കാശ് പറ്റിച്ചുകൊണ്ട് പോയാലുള്ള വീട് ഇതാണ്. ആളകത്തുണ്ട്, പക്ഷെ തുറക്കത്തില്ല. പൈസ മേടിച്ചപ്പോഴത്തേന് ഇവര് പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ നിങ്ങളെ UK വിടാന്നാ പറഞ്ഞിരുന്നത്. 2 MBBS വിദ്യാർത്ഥികളായ ഷമീമും ആസാദും കൂടി ചേർന്ന് ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനമാണ് കാലിബ്രി കൺസൾട്ടൻസി. വിദേശ രാജ്യങ്ങളിലേക്ക് വിശ്വാസയോഗ്യമായ വിദ്യാർത്ഥികൾക്ക് അതാണ് AK അഷ്റഫ് പുള്ളി. അതാണ് ഈ ആസ എന്ന് പറയുന്ന പുള്ളിയാണ് നമ്മുടെ കാശ് മേടിച്ചത് ഫുള്ളും. അദ്ദേഹത്തിന്റെ വാപ്പയാണ് AK അഷ്റഫ്. അയാൾ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. ഇവിടെ അവർ തെരിയാണെങ്കിൽ മേടിച്ചോ എന്നാണ് സ്റ്റേഷനിൽ നിന്ന് വരെ പറയുന്നത്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് അറഫ നഗറിലാണ്. ഞാനിപ്പോൾ ഇവിടെ വരാനുള്ള കാരണം, എൻ്റെ അടുത്ത് നിൽക്കുന്നത് കുറച്ച് പേരുണ്ടല്ലോ, ഇത്രയും പേരല്ല, ഏകദേശം 100ഓളം പേരിൽ നിന്ന് 3, 4, 5 ലക്ഷം രൂപ മേടിച്ച് പറ്റിച്ച് ചീറ്റ് ചെയ്ത ഒരു കൊടും ക്രിമിനലിന്റെ വീടിന് മുന്നിലാണ്. അവന്റെ പേര് ആസാദാണ്, അവന്റെ വീടാണിത്. അവൻ മാത്രമല്ല, അവന്റെ അക്കൗണ്ടിലേക്ക് മാത്രമല്ല, അവന്റെ വാപ്പയുടെ അക്കൗണ്ടിലേക്കും ഈ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് സകല തെളിവും നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഇവര് കുറച്ച് ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവരുടെ മുന്നിൽ കയറി ഇറങ്ങി നടക്കുകയാണ് അവർ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി. ഇതുവരെ അവർക്ക് ആ പൈസ തിരിച്ചു കൊടുത്തില്ല. അവരുടെ എഗ്രിമെന്റ് തന്നെ എഴുതിയിട്ടുണ്ട്, ഇവരുടെ കാര്യം നടക്കത്തില്ല എങ്കിൽ റീഫണ്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ രീതിയിൽ വളരെ വ്യാജമായി സൃഷ്ടിച്ച ഒരു കമ്പനി. അതിന് കൂട്ടുന്നത് നമുക്ക് എല്ലാവരും അറിയാം, നമ്മുടെ കൊല്ലംകാരനായ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾ കൊടുത്ത അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഇവിടുത്തെ കുറെ അധികം ആൾക്കാർ ഈ ചതിക്കണിയിൽ വന്ന് പെട്ടത്. അദ്ദേഹത്തിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇപ്പോൾ ഉടനെ തന്നെ ഒരു രാജ്യദ്രോഹ കുറ്റത്തിൽ കൂടെ നിങ്ങൾ പങ്കാളിയാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത സ്ഥാപനത്തിൽ ഒരു ഒറിജിനൽ പാസ്പോർട്ടിനകത്ത് വ്യാജ വിസ അടിച്ചു പതിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഈ കേസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, എങ്ങനെയാണ് ഈ കേസ് വരാൻ പോകുന്നത്. അത് കൂട്ടുന്നതും ഈ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്തത് നിങ്ങളാണ്. ഒരു ലൈസൻസും ഒരു വിശ്വാസ്യതയില്ലാതെ ഈ സ്ഥാപനമൊക്കെ സപ്പോർട്ട് ചെയ്ത് നാട്ടിലുള്ള സാധാരണക്കാരെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങളും കൂടെയാണ്. ഇത്ര രൂപ കട്ടുകൊണ്ട് പോയ അവന്മാരുടെ വീടിന്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അവരെ വാണിച്ച് ചെയ്യുക, അവരെ ഭീഷണിപ്പെടുത്തുക, അവരിവിടെ വന്ന് നിൽക്കരുതെന്ന് പറയുക. പിന്നെ ഗുണ്ടകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തല്, ഇവിടുന്ന് ഗുണ്ടകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തല്, ഇവിടെ നിന്നാൽ വിവരം അറിയും, നിന്റെ കാര്യം നോക്കലുള്ള പരിപാടി, ഞങ്ങളാരും പൈസ മേടിച്ചില്ല. പക്ഷെ അദ്ദേഹം തന്നെ പൈസ മേടിച്ചതിന്റെ തെളിവാണ്. അദ്ദേഹം തന്നെ പൈസ മേടിക്കാൻ വേണ്ടി വ്യാജ പോസ്റ്റ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ തെളിവാണ് ഈ കാണുന്നത്. എല്ലാം മുടായ്പാണ്, എല്ലാം കള്ളത്തരമാണ്. ഏകദേശം 3, 4, 5 കോടിയാണ് ഇതുവരെ മുക്കിക്കൊണ്ട് പോയിരിക്കുന്നത്. അത്രയും രൂപ ഈ വീഡിയോ ഇട്ടാലും അദ്ദേഹം കൊടുക്കട്ടെ, അത്രമാത്രം എനിക്ക് പറയാം. കാശ് പറ്റിച്ചുകൊണ്ട് പോയാലുള്ള വീട് ഇതാണ്. പുള്ളി ഇപ്പം ആളകത്തുണ്ട്, പക്ഷെ തുറക്കത്തില്ല. നമ്മൾ വന്ന വെളി പത്രം വായിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം കയറി പുള്ളി കഥ അടച്ചിട്ട് ഇരിക്കുകയാണ്. ഇടയ്ക്ക് 2 ദിവസം മുമ്പ് വന്നപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മകൻ ഇങ്ങനൊരു ഓഫീസ് നടത്തുന്നതായിട്ട് യാതൊരു അറിവില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ പുള്ളി 2022 ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് തന്നെ നമ്മളിലുണ്ട്. അതാണ് AK അഷ്റഫ് പുള്ളി. അതാണ് ഈ ആസ എന്ന് പറയുന്ന പുള്ളിയാണ് നമ്മുടെ കാശ് മേടിച്ചത് ഫുള്ളും. അദ്ദേഹത്തിന്റെ വാപ്പയാണ് AK അഷ്റഫ്. അയാൾ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. ഇവിടെ 2 ദിവസം മുമ്പ് വന്നപ്പം ഇത് കണക്ക് വന്നപ്പം പുള്ളി പോലീസുകാരെയൊക്കെ വിളിച്ച് ഒരു ഷോ ഒക്കെ കാണിച്ചു. പോലീസുകാർ ഞങ്ങൾ ഇവിടെ ബഹളം വെച്ചപ്പോഴത്തേനും പോലീസുകാരും കൗൺസിലറും കൂടെയാണ് വന്നത്. പോലീസുകാർ വന്നിട്ട് പറഞ്ഞു 1 മാസത്തിനകം ഇവര് പൈസ കൊടുത്തവരുടെ ക്യാഷ്, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും പേരുടെ എങ്കിലും ക്യാഷ് എങ്കിലും നിങ്ങൾ അത്യാവശ്യമായിട്ട് 1 മാസത്തിനുള്ളിൽ പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. അതിന് കൗൺസിലറുടെ മുമ്പിൽ വെച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ 1 മാസത്തിനുള്ളിൽ കൊടുക്കേണ്ടവരെ എന്തെങ്കിലും ചെയ്യണം. അപ്പം കൗൺസിലറും ഇവരുടെ വീട്ടുകാരും കൂടെ തീരുമാനിച്ചിട്ട് പറഞ്ഞു നാളെ, അതായത് ഞങ്ങൾ വന്നത് മെനങ്ങാന്നാണ്. ഇന്നലെ അപ്പം ഞങ്ങൾ ഇവരെ വിളിച്ച് ചോദിച്ചു എന്താണ് നിങ്ങളുടെ തീരുമാനമെന്ന്. അപ്പോഴത്തേക്കുമാണ് ഇവർ പറയുന്നത് ഇതൊന്നും കാലതാമസം എടുക്കും, ഓരോരുത്തരായിട്ട് വരണം. ഈ കാലിബറിക്ക് എന്തോ 5 ഡയറക്ടേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ല പൈസ മേടിച്ചപ്പോഴത്തേന് ഇവര് പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ നിങ്ങളെ UK വിടാന്നാ പറഞ്ഞിരുന്നത്. 3 മാസം, 3ാമത്തെ മാസം ആകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നമ്മൾ VFSന്റെ സബ്മിഷന് പാസ്പോർട്ട് കൊടുത്തിട്ട് വരാത്തപ്പോൾ തിരക്കിയപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് കിട്ടുമെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ അയർലൻഡ് വിസ അടിച്ചിരിക്കും എന്ന് പറഞ്ഞ് 6-7 മാസം നീട്ടിക്കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരും പാവപ്പെട്ടവരാണ്, ഞങ്ങൾ പല രീതിയിലും വെച്ചിട്ടാണ് പൈസ കൊണ്ട് കൊടുത്തത്. എന്നിട്ട് ഇവരുടെ തട്ടിപ്പ് തീർന്നില്ല. അയർലൻഡിന്റെ വിസ റിജക്ഷൻ ആയി എന്ന് കണ്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ ഷമീം എന്ന് പറഞ്ഞ ഇതിനകത്ത് ഒരാള്, പക്ഷെ ഞങ്ങൾ കാലിബ്രിയുടെ ലൈസൻസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പം അപൂർവ പാണ്ഡെ എന്ന് പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻകാരനും ആസാദ് അഷ്റഫ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ആസാദ് മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷെ ഇവര് പറയുന്നു 4-5 പേരൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ അയർലൻഡിന്റെ വിസ റിജക്ഷൻ ആയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഷമീം വന്നിട്ട് പറയുവാണ് ഞാൻ ഈ അയർലൻഡിന്റെ കാര്യം നിങ്ങൾ വിടുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ 10 പൈസ മേടിക്കാതെ ഞാൻ ഓസ്ട്രിയ കൊണ്ടുപോവാം, 1 മാസത്തിനുള്ളിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഓസ്ട്രേലിയ വിടും, നിങ്ങൾ എത്രയും പെട്ടെന്ന് PCC ഒക്കെ എടുക്കുക, എമർജൻസി ആയിട്ട് അക്കൗണ്ടിൽ ക്യാഷ് കാണിക്കുക,
1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം പക്ക എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഈ ഷമീമ് പൊങ്ങുന്നതിന് 2-3 ദിവസം മുമ്പാണ്. അതിനിടയിൽ ഈ ഓസ്ട്രിയയുടെ വർക്ക് പെർമിറ്റ് കുറച്ച് ഈ കൊടുത്ത അവർക്ക് കിട്ടിയായിരുന്നു. അത് എംബസിയിൽ അയച്ച് ചെക്ക് ചെയ്തപ്പം ഈ രണ്ടാമത് ഓസ്ട്രിയക്ക് വന്ന വർക്ക് പെർമിറ്റും അടിമുടി ഫേക്കാണ്, ഫുള്ള് ഫേക്കാണ്. അങ്ങനെ ഒരു കമ്പനിയും ഇല്ല, അങ്ങനെ ഒരു ഏജൻസി ഇല്ല. ഇവര് പറയുന്നു അവൻ ഇവിടെ ഇല്ല. ഈ വീട്ടുകാരെടുത്ത് ചോദിക്കുമ്പോൾ ഈ വീട്ടുകാർ പറയുന്നത് അവൻ എവിടാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എന്തുവാണെന്ന് അറിയത്തില്ല, അവന് വിളിക്കാറില്ലെന്ന്. പക്ഷെ ഇവർ കള്ളമാണ് പറയുന്നത്. ഞങ്ങൾ ഈ പേരും പറഞ്ഞ് പലതവണ ഇവിടെ വന്ന് ഇവരെടുത്ത് മാന്യമായിട്ട് സംസാരിച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഇവിടുത്തെ ആസാദ് ഞങ്ങളെ വിളിക്കും,